ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുഡോക്കുവിൻ്റെ ഒരു ടിപ്സ് ചോദിച്ചുകൊണ്ട് ഒരു ഫ്രണ്ട് ചോദിച്ചിരുന്നു. ഞാൻ വലിയ സുഡോക്കു സോൾവർ അല്ല, എന്നിരുന്നാലും എനിക്കറിയാവുന്നുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരാം. സുഡോക്കു സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. 1 മുതൽ 9 വരെയുള്ള അക്കങ്ങളാണ് നമുക്കിതിൽ എഴുതാനുള്ളത്. അപ്പോൾ ഓരോ ലൈനും 1 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ മാത്രമേ വരാൻ പാടുള്ളൂ. അത് ഇരട്ടിക്കാൻ പാടില്ല. അതുപോലെ 3 കോളങ്ങളായിട്ട് 9 കോളങ്ങൾ അല്ലാതെ തിരിച്ചിട്ടുണ്ട്. വലത്തോട്ട് 3 വിധമുള്ള 3 സെറ്റ്, താഴോട്ട് 3 വിധമുള്ള 3 സെറ്റ്. അങ്ങനെ ഓരോ സെറ്റിനകത്തും 1 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്ന സുഡോക്കുവിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, വരാൻ പാടില്ലാത്ത അക്ഷരങ്ങൾ ഒരു ലൈനിൽ ഒരു ലൈൻ തൊട്ട് അടുത്ത ലൈൻ വരെ 7 എന്നൊരു അക്ഷരമാണ് വരുന്നതെങ്കിൽ ആ 7 ആ ലൈനിൽ അങ്ങ് അറ്റം വരെ വേറെ ഒരു സ്ഥലത്തും വരാൻ പാടില്ല. അപ്പോൾ തൊട്ടടുത്ത കോളത്തിലും 7 ഉണ്ട്. അത് സുഡോക്കു സോൾവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് തന്നിട്ടുള്ള ചെറിയ അക്ഷരങ്ങളാണ്. ആ അക്ഷരങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം 3-ാമത്തെ കോളത്തിൽ 7 ഇല്ല എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ 7 എഴുതാൻ 3 ഓപ്ഷൻസ് കിടക്കും. അത് 3 കോളം ബ്ലാങ്ക് കിടക്കും. അപ്പോൾ നമുക്ക് അവിടെ 7 എഴുതാൻ പറ്റത്തില്ല. കാരണം എവിടെയാണ് കറക്റ്റായിട്ടുള്ള 7ൻ്റെ പ്ലേസ് എവിടെയാണെന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ സൈഡിലായിട്ട്, വലത് സൈഡിലായിട്ട്, ഇതിൻ്റെ ഈ കോളത്തിൻ്റെ വെളിയിലായിട്ട് ആ 7 അവിടെ 3 കോളത്തിൽ ഏതെങ്കിലും ഒരു കോളത്തിലാണ് വരാനുള്ളത് എന്ന് മനസ്സിലാക്കി അവിടെ നമ്മൾ നോട്ട് ചെയ്യുന്നു. ആ സ്ഥലത്ത് 7 എന്ന് എഴുതേണ്ട സ്ഥലത്ത് ബാക്കി 2 കോളത്തിലും 3 കോളം ഫ്രീ ആണെന്ന് പറഞ്ഞു. പക്ഷെ ആ 3 കോളത്തിൽ 2 കോളത്തിൽ മറ്റ് 2 അക്ഷരങ്ങൾ ഉണ്ടായിരിക്കുകയും ഒരു കോളം മാത്രം ബ്ലാങ്കായിട്ടിരിക്കുകയും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ 7 എഴുതാൻ ആ സ്ഥലം മാത്രമായതുകൊണ്ട് അവിടെ നമുക്ക് 7 ധൈര്യമായിട്ട് എഴുതാം. അതുപോലെ ഓരോ അക്ഷരങ്ങളും നമ്മളിത് ചെയ്ത് തുടങ്ങുമ്പോൾ 1-ൽ നിന്ന് ആരംഭിക്കുക. 1 എവിടെയൊക്കെ എഴുതാൻ പറ്റും, പറ്റാത്തത് ഏത് കോളത്തിലാണ് വരാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഏത് റോയിലാണ് വരാൻ സാധ്യതയുള്ളത്, അതിനെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുന്നു. അതുപോലെ ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഓരോ അക്ഷരവും 1ൽ തുടങ്ങുക, 1 കംപ്ലീറ്റായി. ചില സ്ഥലങ്ങളിൽ 9 കോളവും ബ്ലാങ്ക് ആയിരിക്കും. അവിടെ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല, അതങ്ങ് വിടുക. പക്ഷെ നമ്മളങ്ങനെ 1-ൽ തുടങ്ങി 1 വരാൻ സാധ്യതയുള്ളത് എഴുതുകയും ഇനി കൺഫ്യൂഷനുള്ള അല്ലെങ്കിൽ ബ്ലാങ്ക് ഉള്ള കോളങ്ങൾ കൂടുതലായതുകൊണ്ട് അതിൻ്റെ താഴ്വശത്ത് എഴുതുകയും അങ്ങനെ നമ്മൾ 1 മുതൽ 9 വരെയുള്ള അക്ഷരങ്ങളും എഴുതാൻ പറ്റുന്നത് എഴുതുകയും ബാക്കിയുള്ളവ ഔട്ടർ കോളത്തിൽ എഴുതി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ നോക്കേണ്ടത് വീണ്ടും 1-ൽ നിന്ന് ആരംഭിക്കുക. കാരണം നമ്മൾ ഒരു പ്രാവശ്യം ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും കുറേ കോളങ്ങളെല്ലാം ഫില്ലായി കാണും. നേരത്തെ പറഞ്ഞ പോലെ ഫില്ലായ കോളം പോയിട്ട് ബ്ലാങ്ക് കോളം വരുന്നത് 3 ഉണ്ടായിരുന്നിടത്ത് പിന്നെ ഒരു കോളമേ കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ഉദ്ദേശിച്ച് സൈഡിൽ എഴുതിയ അക്ഷരം വീണ്ടും അവിടെ വരാൻ ആക്യുറേറ്റായിട്ട് അവിടെ വരേണ്ടതാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ നമ്മൾ ആ അക്ഷരം എടുത്തെഴുതുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം കഴിഞ്ഞതിന് ശേഷം 2-ാമത്തെ പ്രാവശ്യം 1 മുതൽ വീണ്ടും 9 വരെയുള്ള ഓരോ നമ്പേഴ്സും നമ്മൾ വീണ്ടും എഴുതി എല്ലാ കോളം വരുന്ന ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നമ്മൾ നോക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും അതൊരു പ്രാവശ്യം കഴിഞ്ഞു. 2-ാമത്തെ പ്രാവശ്യം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ്ട് ഒരു 3-ാമത്തെ പ്രാവശ്യത്തിലോട്ട് നമ്മൾ അക്കങ്ങൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് കോളങ്ങൾ ഫില്ലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? വീണ്ടും നമ്മൾ 4-ാമത്തെ പ്രാവശ്യം നമ്മൾ സ്പീഡായിട്ടൊന്ന് നോക്കുമ്പോൾ പല കോളങ്ങളിലും കൺഫ്യൂഷനാണ്. ഏതക്കങ്ങളാണ് എവിടെയാണ് വരേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത്, അതായത് സ്റ്റക്കാവും, ഇനി അങ്ങോട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റക്കാവുന്ന സമയം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പെൻസിലെടുക്കുക. പെൻസിലെടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു കൺഫ്യൂഷൻ, ഒരിടത്ത് 5ഉം 3യുമാണ് ഒരു കോളത്തിൽ വരേണ്ടത്. അവിടെ 5ഉം 3യും വരേണ്ട സ്ഥലത്ത് നമ്മൾ ആദ്യമാണോ 3 എഴുതേണ്ടത്, ആദ്യം 5 ആണോ എഴുതേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആദ്യം 3 എഴുതുക, 2-ാമത് 5 എഴുതുക. എന്നിട്ട് പെൻസിൽ കൊണ്ട് തന്നെ ബാക്കിയെല്ലാം നമ്മൾ
ഫില്ല് ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി കോളങ്ങൾ അതനുസരിച്ചായിരിക്കും അടുത്ത ലെറ്റേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി വരുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ആദ്യം 3 എഴുതി രണ്ടാമത് 5 എഴുതിയെങ്കിൽ അത് ശരിയാണെങ്കിൽ ഈ സുഡോക്കു കംപ്ലീറ്റായി സോൾവ് ആവും. തെറ്റാണെങ്കിൽ ചില സ്ഥലത്ത് വരുമ്പോൾ ഒരിടത്ത് ഒരേ റോയിൽ 7 വന്നു, അവിടെ തന്നെ വീണ്ടും 7 വരും, അല്ലാതെ വേറെ ഓപ്ഷൻ അവിടെ വരത്തില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എഴുതിയ നമ്മളെ ഗസ് തെറ്റായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പെൻസിൽ കൊണ്ട്, ചിലപ്പോൾ അത് ശരിയാവാം, കാരണം ഈ ഒരു ഗസ് ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ പെൻസിലിട്ട് എഴുതിയത് എല്ലാം മായ്ക്കണം. എവിടെയാണോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആദ്യം 5ഉം പിന്നെ 3ഉം എഴുതി, അല്ലെങ്കിൽ ആദ്യം 3 ആണോ പിന്നെ 5 ആണോ എഴുതിയത്, ഏതാണോ നമ്മൾ ആദ്യം ചെയ്തത് തെറ്റായി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തിരിച്ചു കൊടുത്താൽ മതി. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട. ആ 3യെ മാറ്റി 5ൻ്റെ സ്ഥാനത്തും 5നെ മാറ്റി 3യുടെ സ്ഥാനത്തും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിയായ രീതിയിലോട്ട് ഈ സുഡോക്കു സോൾവ് ചെയ്യാൻ പറ്റും. ഇതാണ് പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു വോയിസിലൂടെ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ടിപ്സ്. പിന്നെ കൂടുതലായിട്ട് വിശദീകരിച്ച് പറയണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ലൈവിൽ എനിക്ക് പറഞ്ഞു തരാം. അത് ഒരുപാട് ലെങ്തി വീഡിയോ ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എനിക്കറിയാവുന്ന സിമ്പിളായിട്ടുള്ള ഒരു ടിപ്സ് ഞാൻ പറഞ്ഞു തരുന്നത്. കൂടുതൽ അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. കാരണം ഈ വീഡിയോ കാണുന്നവർക്ക് കൂടെ പ്രയോജനപ്രദമാവും എൻ്റേതല്ലാതായിട്ടുള്ള ടിപ്സുകൾ. ഞാൻ ചെയ്യുന്നത് ഹിന്ദു പേപ്പറിലെ സുഡോക്കു ആണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ അറിയാം, താഴെ സ്റ്റാർസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ബ്ലാക്കായിട്ട് ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർ ആണെങ്കിൽ വളരെ സിമ്പിളായിരിക്കും അന്നത്തെ സുഡോക്കു. അത് 5 സ്റ്റാറിലോട്ട് വരുമ്പോഴത്തേക്കും നല്ല ഹാർഡായിരിക്കും. അവിടെയാണ് നമുക്ക് ഈ സ്റ്റക്ക് വരുന്നത്. കാരണം ചില സമയങ്ങളിൽ നമുക്കത് കംപ്ലീറ്റ് ഈ പറയുന്നത് പോലെ ഒരു ലെറ്ററും എഴുതാൻ പറ്റാത്തത്ര ഒരു സ്റ്റേജിലോട്ട് എത്തും. പക്ഷേ ബാക്കിയുള്ളതൊക്കെ ഓരോ ദിവസം കഴിയുമ്പോൾ നമുക്ക് ഓരോ സ്റ്റാർ കൂടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ സമയം മാറ്റം ഉണ്ടാവും. കാരണം നമ്മൾ കൂടുതൽ ചിന്തിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു ടിപ്സ് വളരെ ലളിതമായ എൻ്റെ ടിപ്സാണ്. അപ്പോൾ അത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ കാണുന്നതിലും കണ്ട് സബ്സ്ക്രൈബ് ചെയ്തതിലും അഭിപ്രായങ്ങൾ പറഞ്ഞതിലും വളരെയധികം നന്ദിയുണ്ട്. സന്തോഷം.